കേരളത്തിലെ നവോത്ഥാന നായകന്മാർക്കൊപ്പം മതേതര പോരാട്ടം വിളിച്ചോതാൻ അർജുനും മനാഫും. പി വി അൻവർ എംഎൽഎയുടെ രാഷ്ട്രീയ വിശദീകരണ യോഗം നടക്കുന്ന മഞ്ചേരിയിലെ ജസീല ജംഗ്ഷനിലാണ് നവോത്ഥാന നായകന്മാർക്കൊപ്പം ശിരൂരിൽ മരണമടഞ്ഞ അർജുന്റെയും ലോറി ഉടമ മനാഫിന്റെയും ചിത്രം ഇടം പിടിച്ചിരിക്കുന്നത്. അർജുന്റെ കുടുംബവും മനാഫും തമ്മിലുള്ള തർക്കമൊക്കെ പരിഹരിച്ച വാർത്തകൾ പുറത്തുവന്നതിന് പിന്നാലെയാണ് അൻവർ ഇപ്പോൾ ഇങ്ങനൊരു പണി ചെയ്തിരിക്കുന്നതെന്നും വീണ്ടും കുത്തിത്തിരിപ്പുണ്ടാക്കാനാണ് അൻവർ ശ്രമിക്കുന്നതെന്നുമാണ് സോഷ്യൽ മീഡിയ പറയുന്നത്. അല്ലെങ്കിൽ പിന്നെ നവോത്ഥാന നായകന്മാർക്കൊപ്പം അർജുനെയും മനാഫിനെയും ഉൾപ്പെടുത്തുന്നത് എന്തിനാണെന്നും സോഷ്യൽ മീഡിയ ചോദിക്കുന്നു. അതേസമയം രാജീവ് ഗാന്ധി ബൈപ്പാസിനോട് ചേർന്നുള്ള സ്വകാര്യ സ്ഥലത്തെ വേദിക്ക് മുന്നിലാണ് ഇരുവരുടെയും ഫ്ലെക്സ് ബോർഡുകൾ വെച്ചിരിക്കുന്നത്. മനാഫ് ഒരു മതേതര പോരാട്ടത്തിന്റെയും സഹാനുഭൂതിയുടെയും പ്രതീകമാണെന്നും അതുകൊണ്ട് തന്നെ മനാഫിനെ ഉൾക്കൊള്ളേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അൻവർ ഈ ഫ്ലെക്സ് ബോർഡ് വെച്ചിരിക്കുന്നത്. മറ്റൊന്ന്, റെഡി ടു ചേഞ്ച് എന്നെഴുതിയ ഫ്ലെക്സ് ബോർഡുകളും ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള എന്ന പേരിനൊപ്പം പന്തവും ഉദയസൂര്യനും ഉൾപ്പെടുന്ന ചിഹ്നവുമൊക്കെ പോസ്റ്ററും വേദിയിൽ സ്ഥാപിച്ചിട്ടുണ്ട്. അതേസമയം നിലമ്പൂർ എംഎൽഎ പി വി അൻവറിന്റെ രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ ഇൻക്ലാബ് വിളിച്ചാണ് ജനം എത്തിത്തുടങ്ങിയത്. അൻവറിന്റെ മുഖം ആലേഖനം ചെയ്ത കൊടിയുമായിട്ടാണ് ആളുകൾ സദസ്സിലേക്ക് എത്തിയത്. DMK പതാക ഏന്തിയവരും ഇക്കൂട്ടത്തിലുണ്ട്. ഗൂഡല്ലൂർ വഴിക്കടവ് ഭാഗത്തു നിന്നാണ് തങ്ങൾ എത്തിയതെന്നും DMK പ്രവർത്തകരാണെന്നും ചിലർ പ്രതികരിച്ചു. MK സ്റ്റാലിനും മുഖ്യമന്ത്രി പിണറായി വിജയനേക്കാൾ ബന്ധം പി വി അൻവറിനോടാണെന്നും അൻവർ സാധാരണക്കാരന്റെ മുഖമാണെന്നും സ്വന്തം വ്യക്തിപ്രഭാവം കൊണ്ടാണ് നിലമ്പൂരിൽ അൻവർ എത്തിയതെന്നുമൊക്കെയാണ് സദസ്സിലിരിക്കുന്നവർ പറയുന്നത്. 6 മണിയോടെ വിശദീകരണ യോഗം ആരംഭിച്ചിരുന്നു. അതേസമയം 10,000 പേരെ ഉൾക്കൊള്ളാവുന്ന ഒരു സദസ്സാണ് ഒരുക്കിയിരുന്നത്. 1,00,000 പേരെങ്കിലും വിശദീകരണ യോഗത്തിനെത്തുമെന്നൊക്കെയാണ് അൻവർ പ്രതീക്ഷിച്ചിരുന്നത്. രാജീവ് ഗാന്ധി ബൈപ്പാസിനോട് ചേർന്നുള്ള സ്വകാര്യ സ്ഥലത്താണ് വേദി. മഞ്ചേരിയിലെ പൊതുസമ്മേളനത്തിൽ ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള എന്ന സാമൂഹ്യ സംഘടനയാണ് അൻവർ പ്രഖ്യാപിച്ചത്. എല്ലാ പൗരന്മാർക്കും രാഷ്ട്രീയ, സാമൂഹ്യ, സാമ്പത്തിക നീതിയാണ് ലക്ഷ്യമിടുന്നതായിരുന്നു പ്രഖ്യാപനം. വിശ്വാസത്തിനുള്ള സ്വാതന്ത്ര്യവും സമത്വം എന്നിവ സാക്ഷാത്കരിക്കാനുള്ള സാമൂഹ്യ മുന്നേറ്റമാണ് ഈ സംഘടനയുടെ ലക്ഷ്യമെന്നും ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ കാവൽ ആവശ്യമാണെന്നും അതിനുവേണ്ടിയുള്ള ഭരണഘടനാ സംരക്ഷണ പ്രസ്ഥാനമായി നിലകൊള്ളുമെന്നും സാമൂഹ്യനീതിയിൽ അധിഷ്ഠിതമായ ജനാധിപത്യ സോഷ്യലിസ്റ്റ് നയം നടപ്പാക്കുകയാണ് ലക്ഷ്യമെന്നും ദേശീയ പാരമ്പര്യത്തിലും ഫെഡറലിസത്തിലും അധിഷ്ഠിതമായ ജനാധിപത്യ കാഴ്ചപ്പാടാക്കും DMK മുന്നോട്ട് വെക്കുകയെന്നാണ് ഇപ്പോൾ അൻവർ പറയുന്നത്. മാത്രമല്ല, മലപ്പുറം ജില്ലയെ വിഭജിക്കണമെന്നും അൻവർ ഇതിലൂടെ ആവശ്യപ്പെടുകയാണ്. ഇൻക്ലാബ് സിന്ദാബാദ് വിളിച്ചാണ് അൻവറിനെ അണികൾ വേദിയിലേക്ക് സ്വീകരിച്ചത്. അൻവറിന്റെ വിശദീകരണ യോഗത്തിലാണ് മലപ്പുറം ജില്ലയെ വിഭജിക്കണമെന്നുള്ള കാര്യം പോലും ചർച്ചയായിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.